ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് വി.ടി. സുമർ തങ്ങൾ, വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ഏറെ സ്നേഹം നിറഞ്ഞ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ മലപ്പുറം ജില്ലയിലെ പ്രിയങ്കരായ സഹപ്രവർത്തകരെ, എല്ലാവർക്കും ഊഷ്മളമായ സാഹോദര്യ വിപ്ലവാഭിവാദ്യങ്ങൾ. ഒന്നാമതായി ഒരു ഒന്നാമത്തെ ദിവസം തന്നെ, നമ്മൾ ഒന്നാമത്തെ ദിവസമല്ല, അതേസമയത്ത് ഏതൊക്കെ അർത്ഥത്തിൽ ഒരൊന്നാം ദിവസമാണെന്ന് എണ്ണപ്പെടുന്ന ഒരു ദിവസം, ഒരു പുതുവർഷത്തിൻ്റെതായ ഒരു ഉന്മേഷം നിലനിൽക്കുന്ന ഒരു ദിവസത്തിൽ തന്നെ തങ്ങൾ ആമുഖത്തിൽ വിശദീകരിച്ചതുപോലെ നമ്മുടെ ഒരു പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഏതൊരു അന്തരീക്ഷത്തിലാണോ ഇപ്പോൾ നിലനിൽക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് മുന്നോട്ടേക്കുള്ള കാൽവെപ്പുകളിൽ എന്തൊക്കെ കൈമുതലായി ഉണ്ടാകണം എന്നതിനെക്കുറിച്ചുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു സ്റ്റെപ്പ് എടുത്തതിന് ജില്ലാ കമ്മിറ്റിയെയും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളെയും പ്രശംസിക്കുവാനും ആശംസിക്കുവാനുമാണ് ആദ്യമായി ആഗ്രഹിക്കുന്നത്. ഈ സ്റ്റെപ്പ്, ഈ ഒരു തുടക്കം, അത് കുറച്ചുകൂടി സജീവതയോടെ മുന്നോട്ട് പോകാനും അതിൻ്റെ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ നവജനാധിപത്യ പ്രസ്ഥാനം അല്ലെങ്കിൽ നവസാമൂഹിക പ്രസ്ഥാനം എന്ന ഒരു ലേബലിൽ പലപ്പോഴും നമ്മൾ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെ അടയാളപ്പെടുത്താറുണ്ട്. സ്വാഭാവികമായും എന്താണ് ജനാധിപത്യം എന്നുള്ളത് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡായ നമ്മുടെ ഒരു സാമൂഹിക ക്രമത്തെയും രാഷ്ട്രീയ ക്രമത്തെയും നിരന്തരമായി അഭിസംബോധന ചെയ്യാനും അതിനെ വീക്ഷിക്കാനും ഉപയോഗപ്പെടുത്താറുള്ള പദമാണ്. അതിൻ്റെ ഡെഫിനിഷൻസിലേക്കോ ഒന്നും പോകേണ്ടിയില്ല. സാമാന്യനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആശയമാണ് ജനാധിപത്യം എന്താണെന്നുള്ളത്. പിന്നെന്തിനാണ് അതിൻ്റെ ഒരു നവജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് എന്നത് തീർച്ചയായും നമ്മൾ അന്വേഷിക്കേണ്ടുന്ന, ഉത്തരം കണ്ടെത്തേണ്ടുന്ന, നമുക്കതിൽ വ്യക്തത ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് ഇവിടെ സ്വീകരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും പരക്കെ അംഗീകരിക്കപ്പെടുകയും എന്ന് മാത്രമല്ല, അതിനെ എതിർക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ലാത്ത ഒന്നായി നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്ത ഒന്നിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ ആളുകളാണ് എന്നാണല്ലോ ശരിക്കും പറയേണ്ടത്. ജനാധിപത്യ പ്രസ്ഥാനം എന്ന് പറയുന്നതിനോടൊപ്പം നമ്മൾ പറയുന്നത് നവജനാധിപത്യത്തെക്കുറിച്ചാണ്. എന്താണപ്പോൾ നവജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾക്ക് സവിശേഷമായി പറയാനും മുന്നോട്ട് വെക്കാനും ഉള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് സ്വാഭാവികമായും അന്വേഷിക്കേണ്ടി വരും. അവിടെ നിലനിൽക്കുന്ന ജനാധിപത്യ ക്രമത്തെക്കുറിച്ചും അതിൻ്റെ വിവക്ഷകളെക്കുറിച്ചും ജനാധിപത്യം എന്നത് പറയപ്പെടുമ്പോൾ ഇവിടെ എന്തിനാണ് മനസ്സിലാക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചും അതിൻ്റെ അപൂർണതയെക്കുറിച്ചും ആലോചിച്ച് തുടങ്ങുന്നിടത്തു നിന്നാണ് നമ്മൾ അതിൻ്റെ പുതിയ ടെർമിനോളജി നവജനാധിപത്യം എന്ന ആശയത്തെക്കുറിച്ചും എന്ന ഒരു പരികൽപ്പനയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നതും ആലോചിച്ച് തുടങ്ങുന്നതുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ സാഹോദര്യം, സാമൂഹ്യനീതി, ജനാധിപത്യം, നവജനാധിപത്യം എന്നിങ്ങനെയുള്ള ആശയങ്ങൾ നമ്മൾ എഴുതി ചേർക്കുമ്പോൾ ഈ ആലോചന വളരെ കൃത്യമായി കടന്നു വന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഫീർ ഷാ സാഹിബ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അദ്ദേഹം അതിൻ്റെ തുടക്കകാലത്ത് അതിൻ്റെ എക്സ്പീരിയൻസുകളിലൂടെ കുറച്ചുകൂടി അത് പറയുമ്പോൾ നമ്മൾക്കതിൻ്റെ ഒരു ഗ്രിപ്പ് കുറച്ചുകൂടി ആഴത്തിൽ ലഭിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമ്മൾ വിചാരിക്കാറുള്ള അധികാര പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടാണ്. അധികാരം പങ്കിട്ടെടുക്കുന്നതിൻ്റെ രീതി എന്നതിനെക്കുറിച്ചാണ്. അതേസമയത്ത് ജനാധിപത്യത്തെക്കുറിച്ച് പല ആളുകളും സംസാരിച്ചിട്ടുണ്ട്. അതിൽ ബഹുമാന്യനായ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു അധികാര വ്യവസ്ഥയെക്കുറിച്ചും ഒരു ഭരണവ്യവസ്ഥയെക്കുറിച്ചും മാത്രമല്ല, മറിച്ചതൊരു ജീവിത വ്യവസ്ഥയെക്കുറിച്ച്, ജീവിത സംസ്കാരത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച് വിശദമായി തന്നെ അദ്ദേഹം പല ഘട്ടങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയത്തെയും ഒരു അഭിലാഷത്തെയും പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭരണക്രമത്തിൻ്റെയോ അധികാരക്രമത്തിൻ്റെയോ ജനാധിപത്യവൽക്കരണം കൊണ്ട് മാത്രം സാധ്യമാവുകയില്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം സൂചിപ്പിച്ചു വെക്കുന്നുണ്ട്.
ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ നവജനാധിപത്യം എന്ന് പറയുന്ന നമ്മുടെ ഒരു ആശയത്തിന്റെ തുടക്കമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അധികാര പങ്കാളിത്തത്തിൽ എല്ലാവർക്കും സാധ്യത ഉണ്ടാവുക, എല്ലാവർക്കും അവസരം ഉണ്ടാവുക, ഷെയർ ചെയ്യപ്പെടുക എന്നത് മാത്രമല്ല, ജനാധിപത്യ ക്രമത്തിൽ പുലർത്തേണ്ടുന്ന ജീവിത മര്യാദകളെ കുറിച്ച് കൂടി പറയുമ്പോഴാണ് നമ്മൾക്ക് പുതിയ ടെർമിനോളജികളിലേക്ക് കടക്കേണ്ടി വരിക. സ്വാഭാവികമായും ഏറ്റവും അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു ഡിഫറൻസുകളെ ഒരേ സ്വഭാവത്തിൽ ഉൾക്കൊള്ളുവാനുള്ള ശേഷി ഉണ്ടാവുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, അല്ലെങ്കിൽ അതിനെ ഉണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉൾക്കാമ്പ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സവിശേഷമായും ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് വ്യത്യസ്തങ്ങളായ ജനവിഭാഗങ്ങളും സംസ്കാരങ്ങളും വർഗങ്ങളും വംശങ്ങളും ജാതിയും മതവും നിറവും ഒക്കെ സവിശേഷമായി അധിവസിക്കുന്ന ഒരു രാജ്യത്ത് ജനാധിപത്യം എന്ന ഒരു ക്രമത്തെ നമ്മൾക്ക് എവിടെ മനസ്സിലാക്കാൻ പറ്റും, എവിടെ കാണാൻ പറ്റും ചോദിച്ചാൽ, ഈ വ്യത്യസ്തതകളെ, ഡിഫറൻസുകളെ, അതിൻ്റെ എല്ലാ അടരുകളോടെയും അതിൻ്റെ എല്ലാ സവിശേഷതകളോടെയും ആ ഡിഫറൻസുകളെ ഏതെങ്കിലും നിലക്ക് മാറ്റിവെക്കുകയോ എന്തെങ്കിലും തരത്തിൽ പൊരുത്തപ്പെടുകയോ ചെയ്യാതെ ആ ഡിഫറൻസുകളെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അതിന് ഇടവും ഉണ്ടാകുന്ന സ്ഥലത്ത് മാത്രമാണ് ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. വേഷവിധാനങ്ങൾക്ക് കുറിച്ച് പറയുമ്പോൾ സാധാരണ മുസ്ലിം സ്ത്രീകളുടെ വേഷം ഹിജാബ് നമ്മുടെ അധികാര സ്ഥാനങ്ങളിൽ, നമ്മുടെ സാമൂഹിക ഘടനയിൽ, നമ്മുടെ ഓരോ ഇടങ്ങളിലും, പൊതു ഇടങ്ങളിലെല്ലാം, നമ്മുടെ മാധ്യമ ഇടങ്ങളിൽ ഹിജാബിനെ ഒരു വ്യത്യസ്തതയാണത്. ആ വ്യത്യസ്തതയെ ഒരർത്ഥത്തിലും അതിനെ ഏതെങ്കിലും നിലക്ക് കോംപ്രമൈസ് ചെയ്യാതെ അത് ധരിച്ച ആളുകൾക്ക് ഏതെങ്കിലും നിലക്ക് സ്വയം അദ്ദേഹത്തിനോ അല്ലെങ്കിൽ മറ്റു സമൂഹത്തിൽ ആളുകൾക്കോ അത് ധരിച്ച ആളുകൾ ഏതെങ്കിലും നിലക്ക് വ്യത്യസ്തമായി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടു പോകുന്ന ഒരു മിഴിച്ചു നിൽക്കുന്ന ഒന്നാണ് എന്ന ഒരു ഫീലിംഗ് ഇല്ലാത്ത സ്വഭാവത്തിൽ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ക്രമത്തെക്കുറിച്ചാണ് ജനാധിപത്യം എന്ന് നമ്മൾ പറയേണ്ടത് എന്ന് ആലോചിക്കുന്നിടത്താണ് നവജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ സാധാരണ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ആശയത്തെല്ലാം നമുക്ക് മുമ്പിൽ വരില്ല. നമ്മൾക്ക് മുമ്പിൽ ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മുമ്പിൽ വരുന്ന ഒരാശയം നമ്മുടെ അധികാര പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട അധികാരക്രമം, ഇവിടുത്തെ ഒരു അധികാരക്രമത്തെക്കുറിച്ചുള്ള ഒരാശയമായിട്ടാണ് സാധാരണ ജനാധിപത്യം എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾക്ക് വിവക്ഷിക്കപ്പെടുകയും നമ്മുടെ ഒരു ബോധമണ്ഡലത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു നവജനാധിപത്യം എന്ന ഒരു ആശയം അല്ലെങ്കിൽ നവജനാധിപത്യ പ്രസ്ഥാനം എന്ന് സ്വയം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറ്റൊന്ന് സാമൂഹിക നീതി എന്നാണ് നമ്മൾ സാധാരണ മൂവ്മെന്റിന്റെ അടിസ്ഥാന ആശയങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാറുള്ള, ഞങ്ങളുടെ സംഘാടനത്തിന്റെ ടൂളുകളായി നമ്മൾ പ്രശ്നങ്ങളെ, നമ്മൾക്ക് വ്യത്യസ്തങ്ങളായ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെന്റിന്റെ ഒരു ടൂളാണ് സാമൂഹ്യ നീതി എന്നുള്ളത്. സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടുന്ന അല്ലെങ്കിൽ വിവേചനത്തിൻ്റെതായിട്ടുള്ള പലതരം കാരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ജാതിയുണ്ട്, മതമുണ്ട്, ലിംഗമുണ്ട്, പ്രദേശങ്ങളുണ്ട്, സമ്പത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗമുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള അടിസ്ഥാനങ്ങളാൽ നമ്മുടെ സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ വിവേചനങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നത്തെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ, ഒരു പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ എന്ത് കാരണത്താലാണ് ഒരു വിവേചനത്തെ കണ്ടെടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾ ഒരു ജാതിക്കാരനായതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകാൻ കാരണമായത് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അഡ്രസ് ചെയ്യാൻ കഴിയുക എന്നിടത്താണ് നമ്മൾ സാധാരണ പറയാറുണ്ട്, പ്രശ്നത്തെ ഉയർത്തുക എന്നത് മാത്രമല്ല പ്രശ്നത്തിന്റെ കാരണത്തെ ഉയർത്തുക എന്നതാണ് മൂവ്മെന്റ് എപ്പോഴും സംസാരിക്കാറുള്ളത്. ഒരു മലബാറിന്റെ സീറ്റ് വിഷയത്തെക്കുറിച്ച് സീറ്റ് കുറവുണ്ട് എന്നുള്ളത് മാത്രം പറയുകയില്ല, എന്തുകൊണ്ട് മലപ്പുറത്ത്, എന്തുകൊണ്ട് മലബാറിൽ സീറ്റ് കുറയുന്നു, എന്താണ് അങ്ങനെ കുറയാനുള്ള കാരണം എന്നതിനെ കുറിച്ച് സംസാരിക്കുക എന്നതാണ് മൂവ്മെന്റ് ഏറ്റവും പ്രധാനമായി നിർവഹിക്കാറുള്ളത്. മറ്റൊന്ന് പ്രതിവിധിയെക്കുറിച്ച് സംസാരിക്കാറാണ്. അപ്പോ സാമൂഹിക നീതി എന്ന് പറയുന്ന അടിസ്ഥാന ആശയം ഈ അടിസ്ഥാനപരമായ നമ്മുടെ സാമൂഹിക പ്രശ്നത്തിന്റെ
ക്രമത്തെ, അതിൻ്റെ ഒരു അടിസ്ഥാന കാരണത്തെ കണ്ടെത്തുകയും അതിനെ പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് സാമൂഹ്യ നീതി എന്ന ആശയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് രണ്ടാമതായി ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രട്ടേണിറ്റി, അതിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ആശയങ്ങളൊന്നാണ് സാഹോദര്യം എന്നുള്ളത്. സാഹോദര്യത്തെക്കുറിച്ചും ധാരാളം സംസാരിക്കപ്പെട്ട ഒരു നാട് കൂടിയാണ് നമ്മുടെ നാട്. സഹോദരൻ അയ്യപ്പനടക്കം, നാരായണ ഗുരു അടക്കം, ഡോക്ടർ അംബേദ്കർ അടക്കം ധാരാളം ആളുകൾ സാഹോദര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള, ധാരാളമായി എഴുത്തുകൾ വന്നിട്ടുള്ള, നമ്മുടെ ഭരണഘടന അടക്കമുള്ള സംവിധാനങ്ങളിൽ ഒരുപാട് എടുത്ത് വീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് സാഹോദര്യം എന്നതിനെ കുറിച്ച്. സാമാന്യമായി നമുക്ക് സാഹോദര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന മനുഷ്യന്മാരെല്ലാവരും സഹോദരന്മാരാണ് എന്നൊരു അടിസ്ഥാനപരമായ സാഹോദര്യം ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് മാത്രമല്ല ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സാഹോദര്യം എന്ന് പറയുന്ന ഒരാശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് സംഘാടനം നടത്തുന്നതിപ്പോൾ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ വിവേചനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകൾ, അത്തരം ജനസമൂഹങ്ങൾ, അവർക്കിടയിൽ ഉണ്ടാകേണ്ടുന്ന സവിശേഷമായ ഒരു സാഹോദര്യത്തെക്കുറിച്ചാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സാഹോദര്യം എന്നത് അതിൻ്റെ സംഘാടനത്തിന്റെ അടിസ്ഥാന ആശയങ്ങളിലൊന്നായി സ്വീകരിക്കുമ്പോൾ കൂടുതലായി സംസാരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റതിനെ നിഷേധിക്കുകയല്ല, അതിനെ തള്ളുകയല്ല, ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള നമ്മുടെ സാഹോദര്യത്തെ നിഷേധിക്കാനോ ഒഴിവാക്കാനോ റദ്ദ് ചെയ്യാനോ അല്ല. അതേസമയത്ത് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് നമ്മുടെ സംഘാടനത്തിന്റെ ഒരു ടൂളായി, അതിൻ്റെ ഒരു അടിസ്ഥാന ആശയമായി സാഹോദര്യത്തെ സ്വീകരിക്കുമ്പോൾ ഈ ഒരു ഫോക്കസ് നമുക്ക് അതിൽ കൂടുതലായി കാണാം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോ വിവേചനങ്ങൾക്ക് ഇരയായിട്ടുള്ള, ചരിത്രപരമായും ഇപ്പോഴും അത്തരം വിവേചനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ജനസമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ സാഹോദര്യ ബന്ധം എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സഹോദരന്മാരാണ് എന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ പലതരം ഇന്നർ ഡൈനാമിക്സുകൾ ഈ ആളുകൾക്കിടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മൾ സഹോദരന്മാരാണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ സഹോദരന് നീതി നിഷേധിക്കപ്പെടുമ്പോഴും വിവേചനം അനുഭവിക്കപ്പെടുമ്പോഴും ഒരു സഹോദരൻ എന്ന അർത്ഥത്തിൽ നമ്മൾക്ക് അതിൽ ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ആ പ്രശ്നമുണ്ടാകാനുള്ള കാരണത്തെ എന്നേക്കുമായി തടയിടാനുമുള്ള ഒരു ബാധ്യത നമ്മളിൽ വന്നു ചേരുകയാണ്. രണ്ടാമതായി, നമ്മൾ ഈ നാടിന്റെ, ഈ ജനസമൂഹത്തിന്റെ സമ്പത്തിനെ, പല നിലക്കുള്ള സമ്പത്തിനെ, അധികാര സമ്പത്തിനെ, ഇവിടെയുള്ള റിസോഴ്സസിനെ, ഇങ്ങനെ എല്ലാം പങ്കിട്ടെടുക്കേണ്ട ആളുകളാണ് ഇവിടെയുള്ള ജനസമൂഹങ്ങൾ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ജനസമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു മത്സരം, നമ്മുടെ റിസോഴ്സസിനെ, അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു മത്സരം, അവിടെ എങ്ങനെയാണ് നമ്മൾ ഒരു സമൂഹം എന്ന അർത്ഥത്തിൽ, ഒരു സമുദായം എന്ന അർത്ഥത്തിൽ, ഒരു പ്രത്യേക ജനവിഭാഗം എന്ന അർത്ഥത്തിൽ അടുത്ത നമ്മുടെ സഹോദരന്മാരായ ഒരു സമൂഹത്തെക്കുറിച്ച്, ഒരു സമുദായത്തെക്കുറിച്ച് അവരുടെ അവകാശങ്ങൾ വകവെച്ച് നൽകാനും അതിനെ ഒരു മാത്സര്യത്തിൻ്റെതല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഈ സാഹോദര്യം പരമപ്രധാനമായി മാറുകയാണ്. നമ്മൾക്ക് വെട്ടിപ്പിടിക്കലിൻ്റെയോ നമ്മൾക്ക് അവസരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ന സ്വഭാവത്തിൽ സ്വാർത്ഥതയുടേതായ ആ ഒരു തരത്തിലേക്ക് മാറാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ ജനസമൂഹങ്ങൾക്കിടയിൽ സാഹോദര്യം എന്ന് പറയുന്ന ഒരു ആത്മബന്ധത്തിലൂടെയുള്ള ഒരു ജീവിത സംസ്കാരം രൂപപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ ഒരു റിസോഴ്സസിനെ, ഇവിടെയുള്ള നമ്മുടെ അധികാരത്തെക്കുറിച്ച്, ഇവിടെയുള്ള നമ്മുടെ അധികാര പങ്കാളിത്തം എന്ന് സാധാരണ നമ്മൾ പറയാറില്ല, ഇവിടെയുള്ള എല്ലാ റിസോഴ്സിനെയും പങ്കിട്ടെടുക്കുന്നിടത്ത് നമ്മൾക്ക് നീതിപൂർവകമായ സ്വഭാവത്തിലുള്ള ഒരു ഷെയറിംഗ് സാധ്യമാകണമെങ്കിൽ ജനസമൂഹങ്ങൾക്കിടയിൽ, സമുദായങ്ങൾക്കിടയിൽ, വ്യത്യസ്തതകൾക്കിടയിൽ സാഹോദര്യം എന്ന് പറയുന്ന ഒരു ആത്മ സംസ്കാരം വളർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന് സാധ്യമാവുക. ആ സ്വഭാവത്തിൽ കൂടിയാണ് നമ്മൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു സഹോദരന് എങ്ങനെയാണ് നീതി ലഭ്യമാകണമെന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുക എന്നുണ്ടാവുമ്പോൾ നമ്മൾക്ക് നമ്മുടെ സഹോദരന്റെ നീതി നിഷേധം കാണാൻ കഴിയുന്നു, ആ നീതി നിഷേധത്തിന്റെ കാരണത്തെ കണ്ടെത്താൻ കഴിയുന്നു, അത് തിരുത്താനുള്ള ശക്തി ആയി നമ്മൾക്ക് വർത്തിക്കാൻ കഴിയുന്നു. ആന്തരികമായി തന്നെ നമ്മൾക്ക് നമ്മുടെ സഹോദരന് വേണ്ടി നീതി ചോദിക്കുവാനുള്ള ബാധ്യതയുണ്ട് എന്ന ഒരു തലത്തിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള
റിസോഴ്സസിനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്താപമില്ലാതെ വളരെ നീതിപൂർവക സ്വഭാവത്തിൽ നമ്മൾക്ക് ആ റിസോഴ്സിനെ ഷെയർ ചെയ്തെടുക്കാനുള്ള ഒരു വ്യവസ്ഥയെ കെട്ടിപ്പടുക്കണമെങ്കിലും ഈ പറയുന്ന സാഹോദര്യം, രാഷ്ട്രീയ സാഹോദര്യം എന്ന് പറയുന്ന ഒരു ജീവിത സംസ്കാരത്തെ സ്വീകരിച്ചാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് ഡോക്ടർ അംബേദ്കർ ധാരാളമായി ഈ ഒരു ആശയത്തെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച് സംസാരിച്ച് ഇവിടെയാണ് നമുക്ക് അതിനെ കൂടുതലായി കണ്ടെത്താൻ കഴിയുക. ഈ ഒരു അടിസ്ഥാന ആശയങ്ങളിൽ നിന്നുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അതിന്റെ സംഘാടനത്തെ കൂടുതലായി നിർവഹിക്കുവാനുള്ള പ്രായോഗികമായ ഇടപെടലുകൾ നടത്തി വന്നിട്ടുള്ളത്. നമുക്കിതിന്റെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ കഴിഞ്ഞ 8-9 വർഷക്കാലത്തെ അതിന്റെ പ്രവർത്തന കാലയളവ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഈ ആംഗിളുകളെ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉഴച്ചു നിൽക്കുന്നതായി കാണാൻ കഴിയും. നമ്മൾക്ക് അത് ഏറ്റെടുത്ത വിഷയങ്ങളെ കുറിച്ച് നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾക്ക് ഈ ഒരു അടിസ്ഥാന ആശയങ്ങളെ കൂടുതലായി മുഴച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തിയ ഒരു വിഷയത്തെ നിങ്ങൾ എടുത്തു നോക്കൂ. കേരളത്തിലെ മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ യുവജന പ്രസ്ഥാനങ്ങളോ ഉയർത്തുന്ന സ്വഭാവത്തിലുള്ള ഒരു ടൈറ്റിൽ ആയിരിക്കുകയില്ല. പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആശയങ്ങളെ കൂടുതലായി മുന്നോട്ട് വെക്കാൻ കഴിയുന്ന സ്വഭാവത്തിൽ ഒരു പ്രശ്നത്തിന്റെ കാരണത്തെയും അതിന് അടിസ്ഥാനമായി വർത്തിച്ചിട്ടുള്ള ഇവിടെയുള്ള വർഗീകരണങ്ങളെയും ഈ വ്യവസ്ഥയുടെ, ഈ വിവേചനത്തിന്റെ വ്യവസ്ഥയുടെ കാരണങ്ങളെയും സവിശേഷമായി അഡ്രസ് ചെയ്യുന്ന സ്വഭാവത്തിലാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഓരോ വിഷയത്തെയും അഡ്രസ് ചെയ്തുകൊണ്ട് പരിപാടികളും നമ്മുടെ സമരങ്ങളും ഒക്കെ രൂപപ്പെടുത്തിയത് എന്നുള്ളത് നമ്മൾക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞു. അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. കൂടുതൽ ആളുകൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി സംസാരിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.